പത്തനംതിട്ടയിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്ത. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? എന്തെല്ലാമാണ് വിവരങ്ങൾ? ആരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ടോ? ഈ കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ? 30ഓളം പേരായിരുന്നു സ്മിത, ക്രിസ്റ്റീന ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായി നമുക്ക് അവിടുന്ന് പ്രാദേശിക പ്രതിനിധി നൽകുന്ന വിവരം. എന്തായാലും ഈ വാഹനം നിയന്ത്രണം തെറ്റി കല്ലുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത്, കടമ്പനാട് കല്ലുകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മറിയുകയായിരുന്നു. തലകീഴായി മറിഞ്ഞ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരിക്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ സീരിയസ് ആയ ഇഞ്ചുറി, ഗുരുതരമായ ഒരു പരിക്ക് ആർക്കും ഇല്ല എന്ന ഒരു ആശ്വാസ വാർത്ത നമുക്ക് അവിടെ നമ്മുടെ പ്രാദേശിക പ്രതിനിധി നൽകുന്നുണ്ട്. അവരെല്ലാവരെയും തന്നെ അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാവിലെയായിരുന്നു, പുലർച്ചെയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മറ്റു വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രദേശവാസികളും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ആ മേഖലയിൽ ഏർപ്പെടുത്തി പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു അപകടം ആണ് നടന്നത്. വന്നപകടം ഒഴിവായത് വലിയൊരു ഭാഗ്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ഞെട്ടലുളവാക്കുന്നതാണ്. ക്രിസ്റ്റീന, സ്മിത. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ വിദ്യാർത്ഥികൾ അടങ്ങുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.